ഗോഡ്, തന്നെ എപ്പോഴെങ്കിലും ലൈനിൽ കിട്ടിയല്ലോ. ബാംഗ്ലൂരിലൊരു മീറ്റിംഗ് വെളുപ്പിനെ എത്തിയത്. UK നമ്മുടെ ഉമ്മൻകോശി വിളിച്ചിരുന്നു. ഒരു സർപ്രൈസ് ഉണ്ട്. വൈഫിനെയും മോനെയും തറവാട്ടിലാക്കിയിട്ട് വരിക ഞാൻ. പിന്നെ പൊണ്ടാട്ടി തന്റെ വൈഫിനെ വിളിക്കാൻ സാധ്യതയുണ്ട്. 2 ദിവസം ഇവിടുന്ന് മാറി കമ്പനി ടൂറാന്ന് പറഞ്ഞ് ബാങ്കോക്കിലേക്ക് പറക്കുന്നാണല്ലോ ഇവരൊക്കെ വിചാരം. അത് നേരാണല്ലോ. ആട്ടെ, എന്താ ഇപ്പോഴത്തെ പ്രോഗ്രാം? അൺപ്ലാൻഡ് അഡ്വഞ്ചർ. അതാവൻ പറയും UK നമ്മുടെ ഉമ്മൻകോശി. അതെ, നീണ്ട 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ 3 പേര് ഒത്തുചേരുന്നു ആ കിഴക്കേ മലയിൽ. കിഴക്കേ മലയിലോ? അതെ, ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച യുവത്വം മതിലില്ലാതെ മേഞ്ഞ ആ മലമുട്ടിൽ. സത്യം പറയാലോ, ഞാനും നമ്മുടെ തിരുമേനിയും പലപ്പോഴും ആലോചിച്ചതാ. നമ്മുടെ ജീവിതത്തിരക്കിനിടയിൽ ഓർമ്മകളുടെ ആ പഴയ ഇടനാഴിയിലൂടെ ഒരു യാത്ര. ഗുഡ്. എ നൊസ്റ്റാൾജിക് ജേർണി ത്രൂ അവർ മെമ്മറി ലൈൻ. ഡൺ. ഇതല്ലേടാ നമ്മുടെ നേവൽ ബേസ് പോയിന്റ്. അതേപോലെ തന്നെയുണ്ട്. വാള് വെച്ച് വെട്ടിപ്പിടിച്ച സ്ഥലം ഇത് മോനെ. ആ ഒരു ഗ്രഹാതൊരു എന്താ അല്ല നൊസ്റ്റാൾജിക് ഫീലിംഗ് അതുള്ളതുകൊണ്ടല്ലേ മോനെ ഓപ്പേറെ നിന്നെ കൂടെ കൂട്ടിയത്. മിക്സിങ് ശരിയായില്ല. ഈ തിരുമേനയുടെ ഒരു കാര്യം. അപ്പോഴത്തേക്ക് അഹങ്കാരം അടി അതെ, ചേകവർ ഒറേന്ന് വാളൂരി അടി അടങ്ങി കിടന്നോട് കൂട്ടുകാരോമ്പി എന്റെ മാനം കളയൽ അടങ്ങിക്കടാ. പറ്റിച്ചേ, നോ പ്രോബ്ലം. കിഴക്കേ മല. മൂടൽമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഈ മലയ്ക്ക് ഒരു പഴയ ചരിത്രമുണ്ട്. പണ്ട് വറുതിയുടെ മരണപ്പെടുത്തത്തിൽ നിന്നും പൂർത്തി കിട്ടാൻ തിരുവിതാംകൂർ കർഷകർക്ക് 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ പട്ടാളത്തിലേക്ക്, അല്ലെങ്കിൽ മലബാറിലെ മലമൂട്ടിലേക്ക്. അങ്ങനെ മിന്നുകെട്ടിയ പെണ്ണിന്റെ കരം ഗ്രഹിച്ച് പുതിയ മണ്ണും ജീവിതവും തേടി ഉറച്ച കാലടികളോടെ കിഴക്കോട്ട് നടന്ന് മല കയറിയ തിരുവിതാംകൂർ കർഷകർ. അധ്വാനികളായ അവർക്ക് മുന്നിൽ പ്രകൃതിയും കുന്നും തലകുനിച്ചു. മലയോടും മലമ്പനിയോടും മല്ലടിച്ച് മണ്ണിൽ വിയർപ്പൊഴുക്കി അവർ പൊന്നു വിളയിച്ചു. ഇത് പഴയ കഥ. വർഷങ്ങൾ കഴിഞ്ഞു.
കാലം മാറി. ഇപ്പോൾ ഇവിടെ കുടിയേറ്റമില്ല, കുടിയിറക്കമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്പർശം കിട്ടിയ മായാഭൂമിയാണ് കഥയുറങ്ങുന്ന ഈ കിഴക്കേമല. ഒരു ഓർമ്മ പുതുക്കലിന് ആ കൂട്ടുകാർ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവർ കൂടി ഭാഗവാക്കായ കഥ നമുക്കൊന്ന് കേൾക്കാം, നമുക്കൊന്ന് കാണാം. നാളെ ട്രാക്കിൽ ഇറങ്ങുകയാണ്. ദേശീയ റെക്കോർഡ് തിരുത്തിയാണ് റെബേക്ക ഉതുപ്പ് സൗത്ത് കൊറിയയിൽ എത്തിയിരിക്കുന്നത്. സെമി ഫൈനലിൽ റെബേക്കയുടെ പ്രകടനം കണ്ട് നാളെ ഒരു സ്വർണം കൂടി ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു. കിഴക്കേമല എന്ന മലയോര ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ഉടുപ്പിന്റെയും ശോശാമ്മയുടെയും മകളായി പിറന്ന റെബേക്ക ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു അത്ലറ്റ്. കിഴക്കേമല നിവാസികൾ ഒന്നടങ്കം. ശോശാമോ, ടി വിക്കാർ പറഞ്ഞു കേട്ടോ, നാളത്തെ ഫൈനലില് ഇന്ത്യക്ക് ഒരു സ്വർണം കൂടി ഉറപ്പാണെന്ന്. അതെയോ? നമ്മുടെ മോളെ കർത്താവ് കാക്കും. കർത്താവേ. ഹലോ അപ്പച്ചി. ആ മോളെ, ആ ഞങ്ങൾ ടി വിയിൽ മോളുടെ ന്യൂസ് കണ്ടോണ്ടിരിക്കായിരുന്നു. എന്താ മോള് വിളിക്കാൻ വൈകിയേ? പ്രാക്ടീസിലായിരുന്നു. മോക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല അപ്പച്ചി. ആ. അമ്മച്ചി എന്തേ? അറിയാലോ, ജലപാനം പോലും ഇല്ല, ഒരു തിരുരൂപത്തിന്റെ മുമ്പിൽ ഒറ്റ നിൽപ്പാ. ദാ കൊടുക്കാം. ഹലോ മോളെ, ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഇവിടെ ഒരു കുഴപ്പമില്ല അമ്മച്ചി. അമ്മച്ചി എന്തിനാ പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുന്നേ? അവിടെ തണുപ്പൊക്കെ ഉണ്ടോ മോളെ? ഇല്ല അമ്മച്ചി. ഒക്കെ തമ്പുരാൻ കാത്തോളൂ. അമ്മച്ചി എല്ലാം നേർന്നിട്ടുണ്ട്. ശോശാമേ, എന്താ ഇത്? അമ്മച്ചി. നമ്മൾ വേണ്ട അവർക്ക് ധൈര്യം കൊടുക്കാം. അമ്മച്ചി കറിയാണോ? അമ്മച്ചി ഇങ്ങോട്ട് തന്നെ, ഞാൻ സംസാരിക്കാം. ഹലോ 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 ചേച്ചി, ആ. നാളെ കസറാണോ കേട്ടോ? പിന്നെ ഞങ്ങൾ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി ധൈര്യമായിട്ട് ട്രാക്കിൽ ഇറങ്ങിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ. അയ്യേ, എന്തിനാ കരയുന്നേ? ഇരുവർക്കും എന്റെ സ്വാഗതം. ആദ്യത്തെ ചോദ്യം ശ്രീമതി എലിസബത്തിനോടാണ്. എത്രമാത്രം സാധ്യതയാണ് ഇപ്പോൾ റെബേക്ക ഉതുപ്പിനുള്ളത്? ആ കുട്ടി സെമി ഫൈനലിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മറ്റ് അത്ലറ്റുകളുടെ നിലവിലെ ഫോം വെല്ലുവിളി ഉയർത്തുന്നതാണ്. അതോടൊപ്പം സൗത്ത് കൊറിയയിലെ കാലാവസ്ഥയും പ്രശ്നമാണ്. ഇടയ്ക്ക് തണുത്ത കാറ്റ് വീശുന്നത് പലപ്പോഴും അത്ലറ്റുകളുടെ പ്രകടനത്തെ ബാധിക്കാറുണ്ട്. ഓ പിന്നെ ശ്രീ അജയ് ഈ മലമുക്കിലെ കോടമഞ്ഞിൽ ജനിച്ചു വളർന്ന കൊച്ച സാധ്യത പിന്നല്ലേ ഇവളുമാര് പറയുന്ന തണുത്ത കാറ്റ്. 800 മീറ്ററിൽ ഷൈനിക്ക് ശേഷം 2 മിനിറ്റിൽ താഴെ സമയം കണ്ടെത്താൻ കഴിഞ്ഞ കുട്ടിയാണ് റെബേക്ക. സമ്മർദ്ദം അതിജീവിച്ചാൽ മെഡൽ നേടാൻ വളരെ സാധ്യതയുള്ള അത്ലറ്റാണ് ആ കുട്ടി. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മത്സരാരംഭത്തിൽ തന്നെ എതിരാളികൾ മുന്നേറുകയാണെന്ന് തോന്നിയാൽ സമ്മർദ്ദം കൂടുകയും ആ കുട്ടി നേരത്തെ ഓൾ ഔട്ട് പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം. ഓൾ ഔട്ട് പോലും തൊള്ള തുറക്കാൻ ചാനൽ കിട്ടിയാൽ നാക്കിട്ടടിക്കാൻ ഇങ്ങനെ കുറെ വിവരദോഷികളും. പുറത്തെടുക്കേണ്ടത് എന്ന് നാം തീരുമാനിക്കുന്നത്. എന്താണ് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ടെക്നിക്സ് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെ. നല്ലൊരു തുടക്കം കിട്ടിയാൽ ഇതിനൊക്കൊന്നും വേറെ പണിയില്ലേ? ഓടേണ്ടത് ആ പെങ്കൊറ്റ. ഇവരിവിടെ ഒരു നാക്കിൽ വെള്ളം വലിച്ചിട്ട് എന്താ കാര്യം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. കപ്പേര് പള്ളിമണി അടിച്ചാൽ മതി. ഇയാൾ വന്ന കാര്യം പറ. വികാരി അച്ഛൻ വികാരാധീനായി അന്വേഷിക്കുന്നുണ്ടായി. ചിലപ്പോ കുരുപൊട്ടി കാണും. ഓ നടക്ക്. ഓ എന്തോന്ന് വേഷമായത്? ടീഷർട്ടും കള്ളിമുണ്ടും മനസ്സിലായില്ലേ? കൊച്ചത്തിന് ലോഹ അലർജിയെന്ന് അറിയാലോ. ലോഹ എന്നതൊരു വിശുദ്ധമായ വസ്ത്രമാണ്. അതിന് അതിൻ്റെതായ ആവശ്യങ്ങളിൽ ധരിക്കാൻ പാടുള്ളൂ. അതിന്റെ പവിത്രത. മതി മതി മതി. തോമാച്ചന്റെ കുടുംബത്തിൽ കയറി താൻ വെഞ്ചിരിച്ചു. 4 തവണ അരമനയിൽ നിന്ന് പനിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങി ഈ മലമൂട്ടിൽ എത്തിയവനാണ് താൻ. അതറിയാലോ. അരമനക്കാര്യം പറഞ്ഞു വരട്ടാതച്ചോ. പോറ്റാൻ വകയില്ലാതെ കുടുംബക്കാരും നടതള്ളി നേർച്ചയിട്ട് പുരോഹിതനായവനല്ല ഈ ഞാൻ. മനസ്സാൽ അർപ്പിച്ച് വ്രതം നോറ്റ് അച്ചമ്പട്ടം നേടിയവനാ. അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അച്ഛനത് കൊണ്ടെങ്കിൽ സോറി. ഞാൻ തോമാച്ചന്റെ വീട്ടിൽ കയറി വെഞ്ചരിച്ചെന്നുള്ള സത്യം തന്നെയാ. ഒരു പുരോഹിതനാണെന്നുള്ള കാര്യം മറക്കരുത്. അന്യായം കണ്ട അപ്പ തല്ലണം. പണ്ട് ജെറുസലേം ദേവാലയം പുരോഹിതന്മാരുടെ ഒത്താശയോടെ കവർച്ചക്കാരുടെയും പലിശക്കാരുടെയും ഗുഹയാക്കിയപ്പോ കർത്താവായ യേശുനാഥൻ എന്താ ചെയ്തേ? ചാട്ടവാറുകൊണ്ട് എല്ലാത്തിനെയും അടിച്ച് തുരത്തി. ചുമ്മാതല്ല ഇടവക്കാര് പറയുന്നത് കൊച്ചത്തിനൊരു കമ്മ്യൂണിസ്റ്റുകാരനാന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി തച്ചനായ ജോസഫ് എന്ന മകൻ യേശുക്രിസ്തു ആയിരുന്നു. അല്ലാന്ന് അച്ഛന് പറയാൻ പറ്റുമോ? എന്തായാലും അച്ഛൻ എന്നെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തോമാച്ചനോട് ചോദിക്ക് എന്തിനാ വെഞ്ചിരിച്ചെന്ന്. അച്ചോ,
പള്ളിയിലെ ചിട്ടി വട്ടോത്തിയ കാശ് ഞാൻ ഇവളോട് ചോദിച്ചു. അതിനാ കൊച്ചച്ഛൻ എന്നെ വെഞ്ചരിച്ചത്. കർത്താവാണ് സത്യം. ചിട്ടി വട്ടം എത്തിയ കാശ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിനാ ഇങ്ങേര് മൂക്കറ്റും കുടിച്ചു വന്ന് എന്നെ തല്ലിയത്. ദേഹോപദ്രവം അരുത് തോമച്ച. ഇവൾ നിന്റെ ധർമ്മഭഗ്നിയല്ലേ? അച്ഛൻ പറഞ്ഞ സത്യോ? ധർമ്മം കിട്ടിയതിനെ സ്ത്രീധനം ഇല്ലാതെ. ഇവളും കൊച്ചച്ഛനും തമ്മിൽ നാടകം കളിക്കാച്ചോ. കൊച്ചച്ഛൻ എന്തിനാ നിങ്ങളെ ചിട്ടിക്കാശ്? ഞാനോ അതന്നെ ചോദിച്ചേ. അതിനാ കൊച്ചച്ഛൻ എന്റെ നെഞ്ചും കൂടുതലിട്ട് ജനിച്ചേ. പള്ളിയിലെ ചിട്ടിക്കാശ് എന്റെ ഉണ്ട്. കർത്താവാണ് സത്യം, ഞാനത് കൊടുക്കയില്ലച്ചോ. തോമാച്ചന്റെ കൈ കൊടുത്താലോ കെട്ടിയോളുടെ കൈ കൊടുത്താലോ ആ കാശ് കറങ്ങി തിരിഞ്ഞ് കള്ളുഷാപ്പിൽ തന്നെ എത്തത്തുള്ളൂ. കെട്ടുപ്രായത്തൊരു പെണ്ണ് വീട്ടിലുള്ളതാ. ഞാനത് അവളുടെ പേരിൽ ജ്വല്ലറിൽ അങ്ങ് നിക്ഷേപിച്ചു. ഇപ്പൊ അവളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്താ കല്യാണ സമയമാകുമ്പോ പഴയ നിരക്കിൽ സ്വർണം വാങ്ങാം. രസീത്. ഇത് വലിയ ചതിയായി പോയില്ല അച്ചോ. തോമാച്ചോ, നമുക്കൊന്നും കൂടി വെഞ്ചരിച്ചാലോ? കഴിഞ്ഞ വെഞ്ചരിപ്പിന്റെ നെഞ്ചരിപ്പ് ഇതുവരെ മാറിയിട്ടില്ല അച്ചോ. അതെ തോമാച്ച, ഇനി ഇതിന്റെ പേരിൽ കെട്ടിയുള്ള ദേഹത്ത് അങ്ങനെ തൊട്ടു എന്നറിഞ്ഞാൽ അറിയാലോ. എന്നാ ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ. പോട്ടെ അച്ചോ. ഓ ഓ, അവിവാഹിത ഒരമ്മ വികാരി അച്ഛനെ കാണാൻ പുറത്തു വന്നു നോപ്പുണ്ട്. ഈ മലമൂട്ടിൽ അവിവാഹിതയായ ഒരു അമ്മയോ? യേശു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ഉതുപ്പേന്റെ രണ്ടാമത്തെ മകൾ ചിന്നമ്മ. പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരമ്മ. എന്താ മോളെ? നാളെ ചേച്ചിയുടെ ഫൈനൽ. ആകെ ടെൻഷൻ അച്ചോ. ചേച്ചിയുടെ വിജയത്തിന് വേണ്ടി ഒരു കുർബാന ചൊല്ലണം. കാഞ്ഞിരപ്പള്ളി നിന്ന് വെല്ലുമ്മച്ചി നേർന്നിട്ടുണ്ട് കൂട് തുറന്നുള്ള പാട്ട് കുർബാന. അതേന്നേ, റബേക്കയുടെ പേരിൽ എന്നെ വിളിച്ച് പ്രത്യേകം നേർന്നിരിക്കുക. അമ്മച്ചിയോട് പറഞ്ഞേരെ, അപ്പച്ചൻ അറിയണ്ട. അറിയാലോ പോകില്.